ഹായ് എവരി വൺ. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു അനാലിസിസിനെ കുറിച്ചാണ്. സോ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം തൊട്ട് കേൾക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ അതിന് ഒരു വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പല ട്രേഡേഴ്സോട് സംസാരിക്കുമ്പോൾ. അപ്പോൾ ആക്ച്വലി നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട ഒരു അനാലിസിസ് ആണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. കാരണം പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ട്രേഡും ചെയ്യുന്നത്. സോ പ്രൈസ് ആക്ഷനിലേക്ക് വരുന്ന സമയത്ത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പ്രൈസ് ആക്ഷൻ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു അനാലിസിസ് ആണ്. ഓക്കെ, കാര്യം നമ്മുടെ പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്കറ്റിൽ സംഭവിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് സംഭവിക്കുന്നതിനെയാണ് നമ്മൾ പ്രൈസ് ആക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതേ സെയിം കാര്യമാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്നത് കൊണ്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നതും. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ തന്നെ നമുക്ക് സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ എന്നും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഒരു പ്രോപ്പർ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഐഡന്റിഫൈ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. സോ നമ്മൾ മാർക്കറ്റ് നോക്കുന്ന സമയത്ത് മാർക്കറ്റ് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് മൂവ്മെന്റ് ഇങ്ങനെ തരികയാണ്. എന്നിട്ട് അത് താഴോട്ടേക്ക് ഇങ്ങനെ വരുവാണ്. അപ്പൊ താഴോട്ടേക്ക് വന്ന് ഏതോ ഒരു പ്രൈസ് റേഞ്ചിൽ ടാപ്പ് ചെയ്ത് വീണ്ടും മുകളിലേക്ക് കയറി. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് ഇങ്ങനെ താഴോട്ടേക്ക് വന്നു, ഏകദേശം ഇവിടെ എത്തി, വീണ്ടും മുകളിലേക്ക് കയറി, വീണ്ടും അതേ പ്രൈസ് റേഞ്ചിലേക്ക് വന്നപ്പോൾ വീണ്ടും ഇതേപോലുള്ള ഒരു ബുള്ളിഷ് മൂവ്മെന്റ് വന്നു. ഇത് ചിലപ്പോൾ ഒരു ദിവസങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ആഴ്ചകൾ കൊണ്ടോ മാസങ്ങൾ കൊണ്ടോ എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം. ഓക്കെ, അതായത് മാർക്കറ്റ് ഒരു പ്രൈസ് റേഞ്ചിനെ കൃത്യമായിട്ട് ബ്രേക്ക് ചെയ്യാതെ അതിനെ ടാപ്പ് ചെയ്ത് മുകളിലേക്ക് കയറിയാൽ മാത്രം മതി. അങ്ങനെ കയറുന്നത് നമുക്ക് ഏത് ടൈം ഫ്രെയിമിൽ അനലൈസ് ചെയ്യാം. 1 മിനിറ്റിൽ അനലൈസ് ചെയ്യാം, 2 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ്, 50 മിനിറ്റ്, 30 മിനിറ്റ്, 1 അവർ, 1 ഡേ ടൈം ഫ്രെയിം മുതൽ 1 വീക്കിന്റെയും മന്ത്ലി ടൈം ഫ്രെയിം വരെ നമുക്ക് യൂസ് ചെയ്യാം. നോ പ്രോബ്ലം. ഏത് ടൈം ഫ്രെയിമിൽ വേണമെങ്കിലും നോക്കാം. അപ്പോൾ ഏത് ടൈം ഫ്രെയിമിൽ നോക്കുമ്പോഴും ഏതൊരു ടൈം ഡ്യൂറേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും മാർക്കറ്റ് ഇങ്ങനെ 3 പ്രാവശ്യം ഒരു പ്രൈസ് റേഞ്ചിനെ റെസ്പെക്ട് ചെയ്ത് മുകളിലേക്ക് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കതിനൊരു സപ്പോർട്ടായിട്ട് കൺസിഡർ ചെയ്യാം. എന്തുകൊണ്ട് ഇവിടെ 3 ടാപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഈ ഒരു മൂവ്മെന്റ് ഇവിടെ വന്ന് കയറുമ്പോൾ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇതൊരു സപ്പോർട്ട് ആകുന്നു. രണ്ടാമത്തെ പ്രാവശ്യം വന്ന് ടാപ്പ് ചെയ്ത് മുകളിൽ കയറി കഴിഞ്ഞപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. എന്ത്? ഇതൊരു സപ്പോർട്ട് ആകാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം പ്രീവിയസ്ലി മാർക്കറ്റ് അവിടെ നിന്ന് മുകളിലേക്ക് കയറിയിട്ടുണ്ട്, വീണ്ടും അതേ പ്രൈസ് റേഞ്ചിലേക്ക് എത്തിയപ്പോൾ വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോകണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് 3ാമത്തെ ടാപ്പ് കൂടി നമ്മൾ വെയിറ്റ് ചെയ്യുക. അങ്ങനെ 3ാമത്തെ ഒരു ടാപ്പ് കൂടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ സപ്പോർട്ടിനെ നമുക്ക് ഒരു സിംഗിൾ പ്രൈസ് ലൈൻ ആയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ മാർക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പ്രൈസിനെ മാർക്കറ്റ് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് 3 പ്രാവശ്യം ടാപ്പ് ചെയ്തിട്ടുണ്ടാവണം. ഇനി ചില കേസസിൽ ഇതേപോലെ കയറി ഇറങ്ങിയൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സപ്പോർട്ടിനെ റെക്ടാങ്കിൾ എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ട്, ഓക്കെ, റെക്ടാങ്കിൾ എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ട് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുകയാണ്. അപ്പൊ ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, മാർക്കറ്റ് കൃത്യമായിട്ട് ആ ഒരു പ്രൈസിനെയല്ല പ്രൈസ് റേഞ്ചിനെയാണ് ടാപ്പ് ചെയ്ത് പോയിരിക്കുന്നത്. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിത് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ 3 ടാപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഈ ഒരു സോൺ ഇങ്ങനെ വലുതാക്കി വെക്കാം. ഇപ്പൊ ഈ സോൺ ഇങ്ങനെ വലുതാക്കിയപ്പോൾ 4 ടാപ്പ് കിട്ടിയിട്ടുണ്ട് അല്ലേ? പക്ഷെ അങ്ങനെ ചെയ്യരുത്. ഈ ഒരു സോൺ എന്ന് പറയുന്നത് മാക്സിമം ചെറുതായിരിക്കണം. അതിൽ മിനിമം 3 ടാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതിനൊരു സപ്പോർട്ടായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനെ 3ഓ 4ഓ 5ഓ 3ൽ കൂടുതൽ എത്ര പ്രാവശ്യം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാലും ഇത് സപ്പോർട്ട് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, പ്രൈസ് ആക്ഷൻ പ്രകാരം മാർക്കറ്റ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വന്നു കഴിഞ്ഞാൽ മുകളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. എന്തായാലും മുകളിലേക്ക് പോകുന്നല്ല, പക്ഷെ മുകളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. മാർക്കറ്റ് നന്നായിട്ട് റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. ഓക്കെ, യെസ്. ഇനി ഒരു റെസിസ്റ്റൻസ് എന്നാൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഒരു റെസിസ്റ്റൻസ് വളരെ സിമ്പിൾ ആണ്. മാർക്കറ്റ് ഇങ്ങനെ പതുക്കെ മുകളിലേക്ക് ഇങ്ങനെ പോവാണ്. അപ്പോൾ ഒരു പ്രൈസ് റേഞ്ചിൽ എത്തിയപ്പോൾ മാർക്കറ്റ് പതുക്കെ താഴോട്ട് വന്നു. താഴോട്ട് വന്നതിന് ശേഷം മാർക്കറ്റ് വീണ്ടും പതുക്കെ പതുക്കെ അതിന്റെ അടുത്തേക്ക് ഇങ്ങനെ പോയി. അപ്പൊ വീണ്ടും അതിലേക്ക് എത്തിയപ്പോൾ വീണ്ടും മാർക്കറ്റ് താഴോട്ട് ഫോളോ ചെയ്തു. എഗെയിൻ മാർക്കറ്റ് ഇങ്ങനെ വന്നു, വീണ്ടും അതേ പ്രൈസിൽ ടാപ്പ് ചെയ്ത് താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു റെസിസ്റ്റൻസ് ആയി. കാരണം മാർക്കറ്റിന് ഈ ഒരു പ്രൈസിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല അല്ലെ? അപ്പൊ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. അപ്പോൾ ഈ 3 പ്രാവശ്യവും മാർക്കറ്റ് ഇതിനെ ബ്രേക്ക് ചെയ്യാതെ പോയി. അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ ഇങ്ങനെ പ്ലോട്ട് ചെയ്തിട്ട് മാർക്കറ്റ് ഈ ഒരു ലൈനിനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കും. ഇപ്പൊ ഇവിടെ നോക്കുമ്പോൾ കണ്ടില്ല, റെസ്പെക്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇങ്ങനെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇതൊരു റെസിസ്റ്റൻസ് ലൈനായി അല്ലെങ്കിൽ റെസിസ്റ്റൻസ് പ്രൈസ് ആയി. ഓക്കെ, കാരണം മാർക്കറ്റ് ഈ ഒരു പ്രൈസിനെയാണ് അവിടെ റെസിസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ നേരത്തെ പോലെ
ഇങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത് എങ്കിൽ, പക്ഷെ മാർക്കറ്റ് ഓൾമോസ്റ്റ് ക്ലോസ് ആയിട്ട് ഒരു പ്രൈസ് റേഞ്ചിൽ നിന്ന് താഴോട്ടേക്ക് വീഴുന്നുണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു സോൺ ആയിട്ട് ഇങ്ങനെ പ്ലോട്ട് ചെയ്യാം. റെക്ടാങ്കിൾ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ സോൺ ആയിട്ട് പ്ലോട്ട് ചെയ്യാം. അങ്ങനെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റെസിസ്റ്റൻസ് ആയി. സോ ഈ റെസിസ്റ്റൻസിൽ എന്തായിരിക്കും സംഭവിക്കുക? മാർക്കറ്റ് ഇവിടെ വന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും താഴോട്ടേക്ക് വരാനുള്ള ഒരു സാധ്യതകൾ മാർക്കറ്റിലുണ്ട്. ഓക്കെ, അപ്പോൾ 3ൽ കൂടുതൽ എത്ര പ്രാവശ്യം മാർക്കറ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് റെസിസ്റ്റൻസ് ആണ്. എപ്പോൾ വരെ? മാർക്കറ്റ് ഇതിനെ ബ്രേക്ക് ചെയ്യുന്നത് വരെ. ഓക്കെ, മാർക്കറ്റ് ഇതിനെ ബ്രേക്ക് ചെയ്യുന്നത് വരെ. ഇനിയാണ് നമ്മൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. അതായത് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഇപ്പൊ സപ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് എപ്പോഴും മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകുക മാത്രമല്ല സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ മാർക്കറ്റിനെ തടഞ്ഞു നിർത്തത്തില്ല, അതിനെ ബ്രേക്ക് ചെയ്യുകയും ചെയ്യും. അപ്പൊ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ബ്രേക്ക് ചെയ്യുകയും ചെയ്യും, അതുപോലെ തന്നെ അതിനെ റെസ്പെക്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോ മാർക്കറ്റിൽ ഞാനൊരു സപ്പോർട്ട് വരയ്ക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ മാർക്കറ്റ് ഇങ്ങനെ വന്ന് 2 ടാപ്പ് ചെയ്തു, 3 ടാപ്പ് ചെയ്തു, മാർക്കറ്റ് ഇങ്ങനെ മുകളിലേക്ക് പോയി. അപ്പൊ ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ ആണേ. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ട് എന്ന് വിചാരിക്കുക. എന്താ ഈ സപ്പോർട്ട്? അപ്പൊ മാർക്കറ്റ് ഈ സപ്പോർട്ടിൽ ഇങ്ങനെ കയറി പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യുക വീണ്ടും മാർക്കറ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ബൈ എൻട്രി എടുക്കാന്നുള്ളതാണ്. അപ്പൊ ഇവിടെ വരുന്ന സമയത്ത് അതിനുള്ള ഒരു കൺഫർമേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ബൈ എൻട്രി എടുക്കാം. ഓക്കെ, പക്ഷേ മാർക്കറ്റ് ഇതിനെ ബ്രേക്ക് ചെയ്തു എന്ന് വിചാരിക്കൂ. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ നമുക്ക് വളരെ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്, വൺസ് ഒരു സപ്പോർട്ടിനെ മാർക്കറ്റ് പ്രോപ്പർ ആയിട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അത് ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്യണം. അങ്ങനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്തായിരിക്കും? ഈ ഒരു സോൺ എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്ത് തുടങ്ങും. അതായത് മാർക്കറ്റ് ഇങ്ങനെ വന്ന് വീണ്ടും ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ടേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ്, ഒരു സപ്പോർട്ടിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് റെസിസ്റ്റൻസ് ആയിട്ട് മാറും. അപ്പൊ നമുക്ക് ഇത്തരത്തിലുള്ള റീടെസ്റ്റുകളിൽ ട്രേഡ് എടുക്കാം. അപ്പൊ അവിടെയും ചിലപ്പം ഒന്ന് കൂടുതൽ ഇങ്ങനെ ടാപ്പ് ചെയ്യും. അതേപോലെ തന്നെ മാർക്കറ്റ് ഇൻ കേസ് ഇനി ഇതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന് ഇതിനെ സപ്പോർട്ട് എടുത്ത് കയറും. അങ്ങനെ പല രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്തേക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നതിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പൊളാരിറ്റി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ ഒരു പൊളാരിറ്റി ലെവൽ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ, സപ്പോർട്ടിനെയും റെസിസ്റ്റൻസിനെയും ഒരുപോലെ റെസ്പെക്ട് ചെയ്യുന്ന പ്രൈസ് റേഞ്ചിനെയാണ് നമ്മൾ പൊളാരിറ്റി ലെവൽസ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഒരു സപ്പോർട്ട് ആയിരുന്നു, ആ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്തപ്പോൾ റെസിസ്റ്റൻസ് ആയി. ഇനി ഈ ഒരു റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് വീണ്ടും സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ പൊളാരിറ്റി ലെവൽസ് എന്ന് പറയുന്നത്. നമുക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ റേഞ്ചുകൾ കൂടി ആയിരിക്കും ഈ പറയുന്ന പൊളാരിറ്റി ലെവലുകൾ. ഓക്കെ, ഞാൻ ഇതിന്റെ കുറച്ച് എക്സാമ്പിളുകൾ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നോക്കുക. ഇവിടെ ഞാനിങ്ങനെ മാർക്കറ്റ് നോക്കിയ സമയത്ത് മാർക്കറ്റ് ഇവിടെ വന്ന് താഴോട്ട് പോയിട്ടുണ്ട്, ഇവിടെ നിന്ന് താഴോട്ട് പോയിട്ടുണ്ട്, ഇവിടെയൊക്കെ മാർക്കറ്റ് എന്താണ്, താഴോട്ടേക്ക് ഇങ്ങനെ മൂവ് ചെയ്തിട്ടുണ്ട് അല്ലെ? ഇവിടെയൊക്കെ താഴോട്ടേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ മാർക്കറ്റിന്റെ ഈ ഒരു ഹൈ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്തുകൊണ്ട് ഒരു ലൈൻ പ്ലോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുന്നു. സോ നമ്മൾ ലൈൻ പ്ലോട്ട് ചെയ്യാൻ നോക്കുന്ന സമയത്ത് കണ്ടോ, ഒന്നും ടാപ്പ് ചെയ്യുന്നില്ല അല്ലെ? അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ലെവല് ഒരു റെസിസ്റ്റൻസ് പ്രൈസ് അല്ല, ഒരു പ്രൈസ് റേഞ്ച് ആണ്. പക്ഷെ ഇങ്ങോട്ടേക്ക് താഴോട്ടേക്ക് വരുമ്പോൾ മൾട്ടിപ്പിൾ ടാപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോ ഇതിൽ മാക്സിമം ടാപ്പ് കിട്ടുന്ന രീതിയിൽ നമ്മൾ ഒരു ലെവൽ പ്ലോട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഒരു റെസിസ്റ്റൻസ് റേഞ്ച് നമ്മൾ പ്ലോട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇങ്ങനെ. ഓക്കെ, സോ ചില പോയിന്റുകളിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തെന്നൊക്കെ വരും. അപ്പൊ ഇതിനെ പ്രോപ്പർ ആയിട്ട് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഇതിനെ ബ്രേക്ക് ചെയ്തതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് നോക്കുക, ഫസ്റ്റ് ടാപ്പ്, സെക്കൻഡ് ടാപ്പ്, തേർഡ് ടാപ്പ്, ഈ ഒരു 3 ടാപ്പ് ഇവിടെ നല്ല വൃത്തിയായിട്ട് വന്നതോടുകൂടി ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് മാറി. 4ാമത്തെ ടാപ്പിലും 5ാമത്തെ ടാപ്പിലും 6ാമത്തെ ടാപ്പിലും മാർക്കറ്റ് താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് ബേസിക്കലി ഒരു റെസിസ്റ്റൻസ്. അതേപോലെ തന്നെ താഴോട്ട് നോക്കുമ്പോൾ 1, 2, 3, 4, 5, 6, ഒരു 6-7 പ്രാവശ്യം ഈ ഒരു പ്രൈസ് റേഞ്ചിനെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്ത് മുകളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ആ റെസ്പെക്ട് ചെയ്ത് കയറിയ ലെവൽസിനൊക്കെ ഞാൻ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുകയാണ് ഒരു സപ്പോർട്ടായിട്ട്. കണ്ടോ, ഒരു സപ്പോർട്ടായി.
അപ്പോൾ മാർക്കറ്റ് ഇവിടെ നിന്ന് ടാപ്പ് ചെയ്തൊന്ന് കയറി, അതായത് മുകളിലേക്ക് ഒന്ന് ബ്രേക്ക് ചെയ്തു, ഒന്ന് റീടെസ്റ്റ് ചെയ്തു, വീണ്ടും മുകളിൽ പോയി, വീണ്ടും താഴോട്ട് വന്നു, ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് കയറി, ദെൻ വീണ്ടും താഴോട്ട് വന്നു, സപ്പോർട്ട് എടുത്ത് കയറി, അങ്ങനെ 3 പ്രാവശ്യം ഇവിടെ സപ്പോർട്ട് എടുത്ത് കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ബേസിക്കലി സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയാണ് ഇത് പൊളാരിറ്റിയിലേക്ക് ഷിഫ്റ്റ് ആവുന്നത് നോക്കാം. അതായത് ഇപ്പൊ ഞാൻ ഈ ഒരു ലൈന് ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് ഇങ്ങനെ ഒന്ന് നീട്ടി വരയ്ക്കുകയാണ്. അപ്പൊ ഇവിടെ നോക്കിയേ, മാർക്കറ്റ് 1, 2, 3, അതായത് 3 പ്രാവശ്യം റെസ്പെക്ട് ചെയ്തു പോയ ഒരു റെസിസ്റ്റൻസാണ്. കണ്ടില്ലേ, ഇവിടെ നിന്നാണ് ആ ഒരു റെസിസ്റ്റൻസ് ആദ്യം സംഭവിച്ചത്. കാരണം ഒന്ന് താഴോട്ട് വന്നു, മുകളിലേക്ക് കയറി ടാപ്പ് ചെയ്തു, വീണ്ടും താഴോട്ട് പോയി, അല്ലെ? അപ്പൊ ഇവിടെ നിന്ന് ആ ഒരു റെസിസ്റ്റൻസ് സ്റ്റാർട്ട് ചെയ്തു. ആ റെസിസ്റ്റൻസിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തതിനു ശേഷം അത് സപ്പോർട്ടായിട്ട് ഇവിടെ ആക്ട് ചെയ്യണം, അല്ലെ? ഇതൊരു സപ്പോർട്ടായിട്ട് ഇവിടെ ആക്ട് ചെയ്തു. അപ്പൊ പ്രീവിയസ്ലി നമ്മൾ ഇങ്ങനെ ഈ ഒരു ലെവലിൽ നോക്കി പോകുമ്പോൾ മാർക്കറ്റ് വീണ്ടും വീണ്ടും സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ പ്രീവിയസ്ലി ഒരു റെസിസ്റ്റൻസ് ആയിരുന്നതിനെ മാർക്കറ്റ് സപ്പോർട്ടായിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊളാരിറ്റി ലെവലായി. അപ്പൊ മാർക്കറ്റ് മൾട്ടിപ്പിൾ ടൈം പൊളാരിറ്റി ലെവലിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. എഗെയിൻ വീണ്ടും നോക്കിയേ, മാർക്കറ്റ് ഈ ലെവലിനെ ബ്രേക്ക് ചെയ്തതിനു ശേഷം വീണ്ടും സപ്പോർട്ടായിട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഓക്കെ, മൾട്ടിപ്പിൾ ടൈം ഇവിടെ സപ്പോർട്ടായിട്ട് എടുത്തു, അല്ലെ? ദെൻ ഇവിടെ ബ്രേക്ക് ചെയ്ത് സപ്പോർട്ടായിട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. നമുക്ക് കുറച്ചും കൂടി ഒന്ന് വലിച്ചു നീട്ടി നോക്കാം. ഓക്കെ, മാർക്കറ്റ് അവിടേക്ക് എത്തുന്നതേ ഉള്ളൂ, ഫൈൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി പൊളാരിറ്റി ലെവൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പ്രീവിയസ്ലി ഉണ്ടായിരുന്ന സപ്പോർട്ടിനെ റെസിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യും, അല്ലെങ്കിൽ റെസിസ്റ്റൻസിനെ സപ്പോർട്ടായിട്ടും കൺസിഡർ ചെയ്യും. ഞാൻ ഒരു എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം. ഇവിടെ നോക്കുക, മാർക്കറ്റ് ഒരു അടിപൊളി സപ്പോർട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തു, അല്ലെ? ഒരു അടിപൊളി സപ്പോർട്ട് ഇവിടെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഒരു അടിപൊളി സപ്പോർട്ട്, അല്ലെ? സോ മാർക്കറ്റ് ഈ ഒരു സപ്പോർട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്ത സമയത്ത് തന്നെ മാർക്കറ്റ് അതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതൊരു റെസിസ്റ്റൻസ് ആയിട്ടും ആക്ട് ചെയ്ത് തുടങ്ങി. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കണ്ടോ, പ്രീവിയസ്ലി ഉണ്ടായിരുന്ന സപ്പോർട്ട്, അല്ലെ? അതായത് ഇവിടെ നോക്കുക, പുറകിലേക്ക് നോക്കുക, മാർക്കറ്റ് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ഒരു 3 പ്രാവശ്യം ഇവിടെ വന്ന് ടാപ്പ് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ 2 പ്രാവശ്യമേ പ്രോപ്പറായിട്ട് ടാപ്പ് ചെയ്തുള്ളൂ. 3ാമത്തെ പ്രാവശ്യം അത് ബ്രേക്ക് ചെയ്ത് സപ്പോർട്ട് എടുത്തു. എഗെയിൻ വീണ്ടും സപ്പോർട്ട് എടുത്തു, വീണ്ടും സപ്പോർട്ട് എടുത്തു. എഗെയിൻ ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് അതിനെ റെസിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്ത് വീണ്ടും ബ്രേക്ക് ചെയ്ത് സപ്പോർട്ട് എടുത്തു, വീണ്ടും ബ്രേക്ക് ചെയ്ത് സപ്പോർട്ട് എടുത്തു. അതേപോലെ തന്നെ വീണ്ടും താഴോട്ടേക്ക് ബ്രേക്ക് ചെയ്തിട്ട് ഇതിനെ റെസിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പൊളാരിറ്റി ലെവൽസ് ക്രിയേറ്റ് ആവുന്നത്. അപ്പൊ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിന് നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് നമ്മൾ ഈ പറയുന്ന പൊളാരിറ്റി ലെവൽസിനും കൊടുക്കണം. കാരണം നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഈ പ്രൈസ് റേഞ്ചുകളിലായിരിക്കും നമ്മൾ അനലൈസ് ചെയ്യുന്ന എൻട്രി പോയിന്റുകൾ കൂടുതൽ വരാൻ സാധ്യതയുള്ളത്. ഓക്കെ, അത് നിങ്ങൾ ഭാവിയിൽ അടുത്ത സ്ട്രാറ്റജീസും അനാലിസിസും ഒക്കെ പഠിച്ചു തുടങ്ങുമ്പോൾ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാം. ഓക്കെ, യെസ്. അപ്പോൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പൊളാരിറ്റി ലെവൽസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.